ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോയിങ് വിത്ത് സോനിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സെയിലും ബേബി എൻ്റെ കയ്യിലുണ്ട്, ഉറക്കമാണ്. ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ് കേട്ടോ. അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ന്യൂ ബോൺ എസെൻഷ്യൽസ് ആണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂ ബോൺ എസെൻഷ്യൽസ് എന്ന് പറയുമ്പം ബേസിക് ആയിട്ടുള്ള ഒരു 10 കൂട്ടം സാധനങ്ങൾ. ഓക്കെ, ബേസിക് ആയിട്ടെന്ന് പറയുമ്പം അത് ഉറപ്പായിട്ടും വേണമെന്ന് ചോദിച്ചാൽ അതിൽ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഉറപ്പായിട്ടും വേണ്ടിയതാണ്. ഫോർ എക്സാമ്പിൾ കാർ സീറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാർ സീറ്റ് ഇല്ലാതെ കുഞ്ഞിനെ ഡിസ്ചാർജ് പോലും ചെയ്തില്ല ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടാവും നമുക്ക് അതിപ്പോൾ ഇല്ലേലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള സാധനങ്ങൾ. പക്ഷേ നോക്കുവാണെങ്കിൽ ദേ ആർ ഓൾസോ കോൾഡ്, ദേ ആർ ഓൾസോ എസെൻഷ്യൽസ്. ഓക്കെ, അപ്പം ഇന്നത്തെ വ്ളോഗ് എസെൻഷ്യൽസ് ആയിരിക്കും ഞാൻ കാണിക്കുന്നത്. ഒരു ന്യൂ ബോൺ ബേബിക്ക് നിങ്ങളതെല്ലാം ഇപ്പം നിങ്ങളൊരു എന്താ പറയുന്നത്, ഇപ്പം നിങ്ങളൊരു ബേബിയെ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ന്യൂ ബോൺ കെയർ ഒത്തിരി ഈസി ആയിരിക്കും, ഒത്തിരി സിമ്പിളും ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കടന്നാലോ. സോ സ്റ്റേ ട്യൂൺഡ്. ഒരു കുഞ്ഞുണ്ടാകാൻ പോവുക എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഒരു ബേബി കോട്ട്, അല്ലെങ്കിൽ ബേബി ക്രിബ്, അല്ലെങ്കിൽ ബാസിനെറ്റ് എന്നും പറയാം. ഇതൊരു എസെൻഷ്യൽ എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ UK നമ്മൾ പ്രഗ്നൻസിയുടെ ദാറ്റ് ഇസ് ടുവേർഡ്സ് ദി എൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ഹെൽത്ത് വിസിറ്ററൊക്കെ കാണാൻ വരും കേട്ടോ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു 6 months അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരെ കിടത്താൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവം ഈ പറയുന്ന ബാസിനെറ്റ് തന്നെയാണ്. അടുത്തതായി നമുക്ക് വേണ്ടിയത് ഒരു കാർ സീറ്റാണ് കേട്ടോ. സോ ഇവിടെ UK ഉള്ളവർക്കറിയാം, ഇവിടെ ഒരു കുഞ്ഞുണ്ടായാൽ ഉറപ്പായിട്ടും ഏറ്റവും ആദ്യം എല്ലാവരും മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാർ സീറ്റാണ്. കാരണം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ കാർ സീറ്റായിട്ട് വേണം പോകാൻ. പിന്നെ ഇവിടെ UK തന്നെ ഈ പറയുന്ന കാർ സീറ്റ് 12 വയസ്സ് വരെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതും ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർ സീറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇതും ഒരു എസെൻഷ്യലാണ്. അടുത്തതായി നമുക്ക് വേണ്ടിയത് ഒരു സ്ട്രോളറാണ്. ഇപ്പം നമുക്കറിയാം, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഒരു 1.5 മാസം വരെ നമ്മൾ പുറത്തൊന്നും പോകാൻ സാധ്യതയില്ല. പക്ഷെ അതിന് ശേഷം നമ്മളിപ്പം കാറിലൊക്കെ പോവുകയാണെങ്കിൽ കാർ സീറ്റുണ്ട്. ബട്ട് ഇപ്പം നമുക്കൊരു വാക്കിന് പോകണം, അങ്ങനെ ചെറിയ ഡിസ്റ്റൻസിലേക്ക് ഒന്ന് കുഞ്ഞിനെ വെളിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ആണെങ്കിൽ സ്ട്രോളർ ഉണ്ടെങ്കിൽ ഒത്തിരി കൺവീനിയൻ്റ് ആണ്. നമ്മൾ ഈ സ്ട്രോളർ ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തത്. ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന മോസ്റ്റ് ഓഫ് ദി എസെൻഷ്യൽസ് വെ പർച്ചേസ്ഡ് ഓൺലൈൻ. അപ്പം അങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ബോട്ടിൽ സ്റ്റെറിലൈസറാണ് അടുത്തൊരു എസെൻഷ്യൽ കേട്ടോ. പിന്നെ ഇതിനെ ഞാനൊരു കംപ്ലീറ്റ് എസെൻഷ്യൽ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കറിയാം, പണ്ട് കാലത്ത് ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആൾക്കാർ ജീവിച്ചിട്ടുണ്ട്. ബോട്ടിൽസിനെ ബോയിൽ ചെയ്ത് ഉപയോഗിക്കുന്നതായിരുന്നു അന്നും. ഇന്നും കുറേ പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പിന്നെ ഈ സെറ്റ് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം നമ്മളത് ഉപയോഗിച്ചു. നല്ലൊരു സംഭവമായിട്ട് തോന്നി. പിന്നെ എസ്പെഷ്യലി നമ്മൾ വർക്കിംഗ് പേരൻസ് ഒക്കെ ആകുമ്പം ഒത്തിരി ടൈം കൺസ്യൂമിങ് അല്ലാത്ത ഒരു പ്രൊസീജിയറായിട്ട് ഫീൽ ചെയ്തു. അടുത്തതായി നമുക്ക് വേണ്ടിയത് ഒരു ബേബി ബാത്ത് ടബാണ്. അപ്പം ബേബി ബാത്ത് ടബ് നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ബേബി ബാത്ത് ടബാണ് ഈ പറയുന്ന ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. ഈ ഒരു ബാത്ത് ടബിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് 3 stages ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് 3 months അപ് ടു 3 months വരെ ഒരു സ്ലിങ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സ്ലിങ്ങിനെ പകുതിയാക്കി നമുക്കൊരു 3 to 6 months വരെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള പ്രായക്കാർക്ക് നമുക്ക് ആ സ്ലിങ് മൊത്തത്തിൽ മാറ്റിയിട്ട് അതൊരു കംപ്ലീറ്റ് ഒരു ഫുള്ളി ഫ്രീ ആയിട്ടുള്ളൊരു ടബായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെയും ലിങ്ക് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം ഓൺലൈനിലാണെങ്കിലും ഷോപ്സിൽ പോവുകയാണെങ്കിലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫോർ ന്യൂ ബോൺസ് ആയാലും ഏത് പ്രായക്കാർക്കാണെങ്കിലും കേട്ടോ. അപ്പം അങ്ങനെ കണ്ട ഒരു എസെൻഷ്യലാണ് ഈ പറയുന്ന ഒരു ഗ്രൂമിങ് കിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂമിങ് കിറ്റ് ആക്ച്വലി നമുക്ക് കിട്ടിയത് ഒരു ഗിഫ്റ്റായിട്ടാണ്. പക്ഷേ അത്രയും തന്നെ ആവശ്യമുള്ള ഒരു സാധനം കൂടിയാണ് കേട്ടോ. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കുറേ സാധനങ്ങൾ നമുക്ക് ഈ കിറ്റിൽ കിട്ടുന്നുണ്ട്.
ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, കൂടാതെ തെർമോമീറ്റർ വരെ ഉണ്ട്, വിച്ച് ഇസ് സോ ഗുഡ് അല്ലേ. അപ്പം ഈ ഒരു കിറ്റും ഒരുപാട് എസെൻഷ്യലായിട്ട് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടിയത് ഒരു ബേബി ട്രാവൽ ബാഗാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ബാഗ് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് ടൈപ്സും അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഇത് മേടിച്ച് കഴിഞ്ഞ് നമ്മുടെ കൈ കിട്ടിയപ്പം നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു എന്താ പറയുന്നത്, അടിപൊളി സാധനമാണ്. നല്ല സ്പേഷ്യസ് ആണ്. ഉള്ളിലോട്ടൊക്കെ ആണെങ്കിലും ഒരുപാട് പോക്കറ്റ്സ് ഉണ്ട്. നമുക്കതുകൊണ്ട് കുഞ്ഞിൻ്റെ ആവശ്യം അനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട് ഒരു ബാഗാണ് കേട്ടോ. പിന്നെ അത് കൂടാതെ തന്നെ നമുക്കൊരു ഡയപ്പർ ചേഞ്ചിങ് മാറ്റ് വരെ ഇതിൻ്റെ കൂടെ കിട്ടും. അത് നമുക്ക് എന്താ പറയുന്നത്, പ്രത്യേകം വെക്കാനൊരു സ്ഥലമുണ്ട് ഈ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ. എന്നിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴേലും ചേഞ്ച് ചെയ്യണമെങ്കിൽ, നാപ്പീസൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്ത് അത് സെറ്റപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. അത്രയും തന്നെ എന്താ പറയുന്നത്, നല്ലൊരു അടിപൊളി സാധനം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു പർച്ചേസ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു ബാഗ് എസെൻഷ്യലായിട്ട് ഞാൻ കൂട്ടത്തുള്ളൂ കേട്ടോ. അടുത്തതായി നമുക്ക് വേണ്ടിയത് ഒരു ബേബി ക്യാരിയറാണ് കേട്ടോ. അപ്പം ഇവിടെ ഇപ്പം ഞാൻ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഈ ഒരു ക്യാരിയർ നമ്മൾ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആൻഡ് ഇതൊരു 4-in-1 കൺവേർട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാരിയറാണ് കേട്ടോ. നമ്മളിത് ആക്ച്വലി ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയതേ ഉള്ളൂ. നമ്മൾ കൂടുതലും അത് ബേബിയെ ഇപ്പം യൂസ് ചെയ്യുന്നില്ല. ഇതൊരു 3.5 to 14.5 kgs വരെയുള്ള ബേബീസിനും കിഡ്സിനുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്താ പറയുക, മെയിൻലി ഇത് യൂസ് ചെയ്യാൻ കൊള്ളാവുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഇത് മേടിച്ചെന്നേ ഉള്ളൂ ഇപ്പം. ആൻഡ് എന്താ പറയുന്നത്, പക്ഷേ ഇതൊരു നല്ല എസെൻഷ്യലാണ് കേട്ടോ. ബേബി ബൗൺസറാണ് അടുത്തൊരു എസെൻഷ്യൽ കേട്ടോ. നമ്മളിപ്പം ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ബൗൺസറിൽ പുറത്ത് കുഞ്ഞിനെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ പേർപ്പസ്. ഇതൊരു എന്താ പറയുന്നത്, അപ് ടു 3 months ഉള്ള ബേബീസിന് വരെ ഉപയോഗിക്കാം കേട്ടോ. കുഞ്ഞ് റോൾ ഓവറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലിരുത്താൻ സേഫ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഞാനൊരു കംപ്ലീറ്റ് എസെൻഷ്യലായിട്ട് പറയത്തില്ല. ബട്ട് ഇറ്റ്സ് എ ഗുഡ് സ്റ്റഫ് ടു ഹാവ്. ഓക്കെ, ഇതൊരു ടോയ് ഒന്നുമല്ല കേട്ടോ. ഇത് ആക്ച്വലി ഒരു സ്ലീപ്പിംഗ് എയ്ഡാണ്, വിച്ച് കംസ് വിത്ത് വൈറ്റ് നോയ്സ് ആൻഡ് പിങ്ക് നോയ്സ് ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് എ നൈറ്റ് ലൈറ്റ്. ഓക്കെ, ഇപ്പം രാത്രി കുഞ്ഞ് ഉറങ്ങാൻ പ്രയാസം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ഓണാക്കി അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറക്കം കിട്ടും എന്നാണ് അവർ പറയുന്നത്. ലൈക്ക് ഈ ഒരു നോയ്സ് കേൾക്കുമ്പോൾ അവർ വയറ്റിനുള്ളിലായിരുന്നപ്പം ഉള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ അവർ ആ കംഫർട്ട് സ്ലീപ്പ് കിട്ടുമെന്ന്. അപ്പം നമുക്കിതൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പം നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തപ്പം വി ഫെൽ ലൈക്ക് ഇറ്റ് വർക്ക്ഡ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചത്. ഇതൊരു പ്രോപ്പർ എസെൻഷ്യൽ എന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ഡെഫിനറ്റ്ലി പീപ്പിൾ ഹു ആർ സ്ട്രഗ്ലിംഗ് ടു പുട്ട് ദെയർ ബേബീസ് ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്, ഡെഫിനറ്റ്ലി ദിസ് ഷുഡ് ഹെൽപ്പ്. ഓക്കെ, അപ്പം ഇതാണ് അടുത്തൊരു എസെൻഷ്യൽ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു എക്സ്ട്രാ എസെൻഷ്യലും കൂടി നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പം കാണുമ്പോൾ അറിയാം ഇത് മെഡിക്കേഷൻസ് ആണ്. അറിയാമല്ലോ, കുഞ്ഞു പിള്ളേരാകുമ്പോൾ അവർക്ക് ഗ്യാസ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്, കോളിക് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം കുഞ്ഞുങ്ങൾ ഒത്തിരി ഇറിറ്റേറ്റഡ് ആവും, കരയും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ റിലീഫാണ് ഈ പറയുന്ന സാധനങ്ങൾ കേട്ടോ. ഇൻഫാകോൾ ഇസ് സംതിങ് ദാറ്റ് വി ക്യാൻ യൂസ് ഫ്രം ബർത്ത്. ഓക്കെ, പിന്നെ ഗ്രൈപ്പ് വാട്ടർ നമ്മൾ 1 month കഴിഞ്ഞിട്ടുള്ള ബേബീസിന് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡോസേജ് എത്ര കൊടുക്കാം എന്നൊക്കെ അതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗ്രൈപ്പ് വാട്ടർ ഒത്തിരി നല്ലതാണ്. കാൽപോൾ എന്ന് പറഞ്ഞത് ഒരു പാരസെറ്റമോൾ സസ്പെൻഷനാണ് കേട്ടോ. ആക്ച്വലി ഇത് ഒരു 2 months പ്ലസ് ആയിട്ടുള്ള ബേബീസിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാമല്ലോ 2 months ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഫീവറിനും അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസൊക്കെ വരുമ്പോഴാണ് നമ്മൾ കാൽപോൾ കൊടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ്ലി ബെപ്പാത്തൻ ഇവിടെ ഉണ്ട്. ബെപ്പാത്തൻ എന്ന് പറയുമ്പം ഒരു നാപ്പി റാഷ് ഓയിൻമെൻ്റ് ആണ് കേട്ടോ. അപ്പം ഇത് ഞാൻ മിക്കവാറും കുഞ്ഞിൻ്റെ നാപ്പി ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ വെള്ളമയമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതൊരു നല്ലൊരു സംഭവം കേട്ടോ. ബെപ്പാത്തൻസ് നാപ്പി റാഷസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് മെഡിക്കേഷൻസ് ആയിട്ട് ഞാനിവിടെ കയ്യിൽ കരുതിയിട്ടുള്ളത്. ഇതോടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. Until then, take care. God bless and bye.